നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണറുടെ സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ഇന്റലിജൻസിനോട് റിപ്പോർട്ട് തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പോലീസ് സുരക്ഷയിൽ വീഴ്ചകൾ വിശദമാക്കണം എന്ന ഒരു നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആഭ്യന്തര മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗവർണർക്ക് Z+ കാറ്റഗറി സുരക്ഷ കിട്ടുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുകയാണ്. സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഇന്റലിജൻസ് മുമ്പും റിപ്പോർട്ട് നൽകിയിരുന്നു. റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. ഗവർണറുടെ സുരക്ഷ കേന്ദ്രസേനയെ ഏൽപ്പിക്കുന്നതിനോടനുബന്ധിച്ചുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് സൂചന. ഗവർണറുടെ സുരക്ഷ സംബന്ധിച്ച് നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഗവർണർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നടപടിയൊക്കെ കേന്ദ്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്ന വാർത്തകൾ ഗവർണറും SFIയും തമ്മിലുള്ള വലിയ രീതിയിലുള്ള പോരാട്ടം. അദ്ദേഹത്തിൻ്റെ കാറ് തടയുന്നു SFI, അദ്ദേഹം കാറിൽ നിന്നിറങ്ങി SFIക്കെതിരെ പ്രതികരിക്കുന്നു. ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളും വലിയ സംഭവ വികാസങ്ങളും നമ്മൾ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഗവർണറുടെ സുരക്ഷ, രാജ്ഭവന്റെ സുരക്ഷ, ഈ സംഭവമൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കാൻ തുടങ്ങിയത്. രാജ്ഭവന്റെ സുരക്ഷയൊക്കെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വർദ്ധിപ്പിച്ചിരുന്നു. ഗവർണർ SFI പോര് രൂക്ഷമാകുന്നതിനിടയിലായിരുന്നു രാജ്ഭവന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചത്. സുരക്ഷ ശക്തമാക്കിയത് കൂടുതൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചായിരുന്നു. രാജ്ഭവന്റെ പരിസരത്ത് വലിയ രീതിയിൽ സുരക്ഷയായിരുന്നു ശക്തമാക്കിയത്. മാത്രമല്ല, SFIയെ വെല്ലുവിളിച്ച് ഗവർണർ നടത്തിയ ചില പോരാട്ടങ്ങൾ, ചില നീക്കങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. വെല്ലുവിളി നടത്തിയ SFIയുടെ തട്ടകത്തിൽ തന്നെ ഗവർണർ താമസിച്ചിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ എത്തുന്നത് പ്രമാണിച്ച് കനത്ത സുരക്ഷാ ക്രമീകരണത്തിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റും യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. ക്യാമ്പസിലും ഗവർണറുടെ സഞ്ചാരപാതയിലും പോലീസ് ഉണ്ടായിരുന്നു. മഫ്തിയിലും പോലീസ് സേവനം ഉറപ്പാക്കിയിരുന്നു. വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ തന്നെയാണ് ഗവർണർക്ക് വേണ്ടി നൽകിയത് പോലീസ്. ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന SFIയുടെ വെല്ലുവിളി അത് നിലനിൽക്കുകയായിരുന്നു. ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്തിയത്. ക്യാമ്പസിലെ VVIP ഗസ്റ്റ് ഹൗസിൽ ഗവർണർ താമസിക്കുകയും ചെയ്തു. പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷ കൊണ്ടോട്ടി പോലീസ് ഒരുക്കിയിരുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തിയിരുന്നു. ആരോഗ്യവകുപ്പ്, റവന്യൂ, അഗ്നിരക്ഷാ സേന തുടങ്ങിയവയിലെ ഉദ്യോഗസ്ഥരും യൂണിവേഴ്സിറ്റിയിലെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. VVIP ഗസ്റ്റ് ഹൗസും പരിസരങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചിരുന്നു. ഗസ്റ്റ് ഹൗസിലെ മുഴുവൻ മുറികളും ഒഴിച്ചിട്ടിരുന്നു. ഗവർണർക്കും പേഴ്സണൽ സ്റ്റാഫിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മാത്രമേ ആ മുറികളിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുത്തിരുന്നുള്ളൂ. നൂറുകണക്കിന് പോലീസുകാരെ ക്യാമ്പസിലും പുറത്തുമായി വിന്യസിച്ചിരുന്നു. കൊണ്ടോട്ടി DYSPക്കായിരുന്നു സുരക്ഷാ ചുമതല. ഇത്തരത്തിലുള്ള വലിയ സുരക്ഷയായിരുന്നു ഗവർണർക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ഇതാ കേന്ദ്ര ഇന്റലിജൻസിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.